വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. +1 ഏകജാലക പ്രവേശനത്തിൻ്റെ 2ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ക്ഷണിച്ചു. നമുക്ക് നോക്കാം. വിവിധ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്കും 2ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി 2026 ജൂലൈ 30 രാവിലെ 10 മണി മുതൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്കും അപേക്ഷിക്കാം. അതിൻ്റെ ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. 2ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായുള്ള വേക്കൻസിയും മറ്റ് വിവരങ്ങളും 2026 ജൂലൈ 30 വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപേക്ഷ തുടങ്ങിയിട്ടുമുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ അപേക്ഷിക്കാം. എന്നാൽ നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും നോൺ ജോയിനിങ് ആയവർ, മെറിറ്റ് കോട്ടയിൽ നിന്ന് പ്രവേശനം ക്യാൻസൽ ചെയ്തവർക്കും, ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയ ശേഷം വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയവർക്കും ഈ ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കില്ല. അത് നിലവിൽ ഏതെങ്കിലും കോട്ട, സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ടയൊക്കെ പ്രവേശനം നേടിയവർക്കും, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിൽ പ്രവേശനത്തിന് ഹാജരാകാത്തവർ, ഇപ്പം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുക്കാൻ പോകാത്തവർ, നിങ്ങൾക്കിപ്പോൾ മെറിറ്റ് കോട്ടയിൽ കിട്ടിയിട്ട് അത് ക്യാൻസൽ ചെയ്തവർ, TC ഒക്കെ വാങ്ങിയവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. സപ്ലിമെൻ്ററി ഘട്ടത്തിലും തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടു പോയവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതിനായി അപേക്ഷ പുതുക്കുന്നതിനുള്ള സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അപേക്ഷ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമൂലം ലഭിച്ച പ്രവേശനം നിരാകരിക്കപ്പെട്ടിട്ട് പോയെങ്കിൽ ഈ അവസരത്തിൽ പുതുതായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷയിലെ പിഴവുകൾ അപേക്ഷ പുതുക്കുന്ന അവസരത്തിൽ തിരുത്തൽ വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ തിരുത്തൽ വരുത്താൻ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. യോഗ്യതാ പരീക്ഷയുടെ സ്കീം, രജിസ്റ്റർ നമ്പർ, പാസ്സായ വർഷം എന്നിവ തെറ്റായി നൽകിയവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതിനായി ശരിയായ വിവരം നൽകി പുതിയ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുന്നത്. പരീക്ഷയുടെ സ്കീം, രജിസ്റ്റർ നമ്പർ, പാസ്സായ വർഷമൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ വിവരം ശരിയാക്കണം. 2ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി താഴെ പ്രതിപാദിക്കുന്ന വിഭാഗത്തിലുള്ള അപേക്ഷകർക്ക് 2026 ജൂലൈ 30 രാവിലെ 10 മണി മുതൽ 2026 ഓഗസ്റ്റ് 1 വൈകിട്ട് 4 മണി വരെ പുതിയ അപേക്ഷാ ഫോം ചുവട് നിർദ്ദേശങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നത്. ഓഗസ്റ്റ് 30 രാവിലെ 10 മണി മുതൽ എന്ന് പറഞ്ഞാലും ഇപ്പോഴേ അപേക്ഷാ വിൻഡോ ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 1 വൈകിട്ട് 4 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതിനായി കാൻഡിഡേറ്റ് ലോഗിനിലെ റിന്യൂ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ പ്രസിദ്ധീകരിക്കുന്ന വേക്കൻസിക്ക് അനുസൃതമായി പുതിയ ഓപ്ഷനുകൾ നൽകി അപേക്ഷ സമർപ്പിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഇതുവരെ അപേക്ഷിക്കാത്തവരാണെങ്കിൽ അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ, ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്കൊക്കെ അപേക്ഷിക്കാം. ഇതുവരെയും അപേക്ഷ നൽകാൻ കഴിയാത്തവർ വെബ്സൈറ്റിലെ പ്രവേശനത്തിൻ്റെ തുടർ പ്രവേശനങ്ങൾക്കായി കാൻഡിഡേറ്റ് ലോഗിനും ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിലൂടെ രൂപീകരിക്കണം. തുടർന്ന് കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന വേക്കൻസിക്ക് അനുസൃതമായി ഓപ്ഷനുകൾ നൽകി അപേക്ഷ അന്തിമമായി സമർപ്പിക്കണം. തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടു പോയവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതിനായി കാൻഡിഡേറ്റ് ലോഗിനിലെ റിന്യൂ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ അപേക്ഷയിലെ പിഴവുകൾ തിരുത്തി പ്രസിദ്ധീകരിക്കപ്പെടുന്ന വേക്കൻസിയിലേക്ക് പുതിയ ഓപ്ഷനുകൾ നൽകി അപേക്ഷ അന്തിമമായി സമർപ്പിക്കണം. നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റൊക്കെ വന്നിട്ട് പ്രവേശനം നിരാകരിക്കപ്പെട്ടു പോയവരാണെങ്കിൽ നിങ്ങൾ അപേക്ഷയിലെ പിഴവുകൾ തിരുത്തി എന്ത് ചെയ്യണം? അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേക്കൻസി 2026 ജൂലൈ 30 വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അപേക്ഷയും തുടങ്ങിയിട്ടുണ്ട്. ഈ വേക്കൻസിക്ക് അനുസൃതമായി വേണം പുതിയ ഓപ്ഷനുകൾ നൽകേണ്ടത്. വേക്കൻസി നോക്കിയിട്ട് വേണം ഓപ്ഷനുകൾ നൽകാൻ. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒഴിവുള്ള സ്കൂൾ കോമ്പിനേഷൻ മാത്രമേ ഓപ്ഷനായി തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ. അത് നിങ്ങൾക്കിപ്പോൾ വേക്കൻസി ലിസ്റ്റിലുള്ള സ്കൂളുകളും കോഴ്സുകളും മാത്രമേ തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായുള്ള അപേക്ഷകൾ 2026 ജൂലൈ 30 രാവിലെ 10 മണി മുതൽ എന്ന് പറഞ്ഞാലും ഓപ്പൺ ആയിട്ടുണ്ട്. 2026 ഓഗസ്റ്റ് മാസം 1 വൈകിട്ട് 4 മണി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്.
അപേക്ഷകർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുവാനും മറ്റും വേണ്ട നിർദ്ദേശങ്ങൾ, സാങ്കേതിക സഹായങ്ങൾ സ്കൂൾ ഹെൽപ്പ് ഡെസ്കുകളിൽ നൽകാൻ വേണ്ട സജ്ജീകരണങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽമാർ ചെയ്തു നൽകേണ്ടതാണ്. ഇത്രയും പ്രധാന അപ്ഡേറ്റ് ആണ്. അപ്പോൾ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. August 1 വൈകിട്ട് 4 മണി വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ കാണുന്നത്. മൈ നെയിം ഈസ് കൃത ഫോർ ബൈ